അതിനുശേഷം ഇന്നലെ ഒരു വാർത്ത വരികയുണ്ടായി. വെഞ്ഞാറമൂട് SHOയുടെ ഒരു നേതൃത്വത്തിലുള്ള ആളുകൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് ഉമ്മ പറയുകയുണ്ടായി, അതായത് ഉമ്മ വീണതല്ല, ഉമ്മയെ മകൻ തല്ലിയതാണ്, അല്ലെങ്കിൽ മകൻ ഉപദ്രവിച്ചതാണ്, ഷാളിൽ കുത്തിപ്പിടിച്ച് മകൻ ഉപദ്രവിച്ചതാണെന്ന് ഉമ്മ പറയുകയുണ്ടായി. ഉമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അഫ്സാൻ എന്ന് പറയുന്നത്, ഈ അഫാൻ എന്ന് പറയുന്ന കുഞ്ഞും എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെയാണ്. അപ്പൊ ഈ ഉമ്മ വയ്യാതായിട്ട് ബോധം വരുന്ന സമയത്ത് എന്റെ കുഞ്ഞ് അഫ്സാൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. ആ ചോദിക്കാനുള്ള പ്രധാന കാരണം ഈ ഉമ്മയ്ക്ക് ഒരു പക്ഷെ അറിയായിരിക്കും, മകനെ ഒന്നും ചെയ്യത്തില്ല എന്നൊരു പ്രതീക്ഷ എന്നാലും പാവത്തിന് ഉണ്ടായിരുന്നു കാണണം. പിന്നെ വേറൊരു കാര്യം, പാവം എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിനകത്ത് ഒരുപാട് നിഗൂഢതകൾ ഉണ്ടെന്ന് ഞാൻ തുടക്കം മുതലേ പറയുകയുണ്ടായി. ആ നിഗൂഢതകളിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വെഞ്ഞാറമ്മൂടിലെ ഈ ഒരു കൂട്ടക്കൊലപാതകം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയുന്തോറും. അങ്ങനെ അവസാനമായിട്ട് ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ന്യൂസിലും കണ്ടു, ഈ പറയുന്ന അഫാന്റെ ഉമ്മയുടെ മൊഴിയാണ്. കാരണം കാര്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ ദൃക്സാക്ഷികളെ ഒന്നും ഈ പറയുന്ന അഫാൻ ബാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന അഫാൻ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ആരും അറിയാത്ത രീതിയിൽ തന്നെ നല്ല കൃത്യമായിട്ട് അവൻ കാര്യങ്ങൾ